ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ യാത്ര മൂന്നാർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിലൂടെയുള്ള യാത്രയാണ്. ഇനി ഈ മൂന്നാറിലുള്ള തേയിലത്തോട്ടങ്ങളിലേക്കാളും കൂടുതൽ കാന്തല്ലൂർ, മറയൂർ ആ ഭാഗത്തേക്ക് എത്തുമ്പോഴാട്ടോ തേയിലത്തോട്ടങ്ങൾ കൂടുതലുള്ളത്. അപ്പോൾ യാത്ര അങ്ങനെ തുടരുകയാണ്. നമുക്ക് ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണല്ലേ. നമുക്ക് യാത്രയിൽ നിന്ന് കിട്ടുന്നത് വല്ലാത്തൊരു ഊർജ്ജമാണ്. നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നവരെല്ലാവരും യാത്ര ചെയ്യണമെന്നിട്ട് ഞാൻ പറയുന്നത്. യാത്രകൾ നമ്മൾ ഇപ്പോൾ ഈ മൂന്നാർ പോണ ഈ ചെറിയൊരു യാത്രേനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയണത്. പല പല സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഇപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ സംസ്ഥാനത്തേക്കും രാജ്യങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല. ജില്ലകളിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ കാണാത്ത എത്രയോ സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഇപ്പോൾ നമ്മുടെ എറണാകുളം, ഇപ്പോൾ എൻ്റെ ജില്ല എറണാകുളം ജില്ലയാണ്. ആ എറണാകുളം ജില്ലയിൽ തന്നെ ഞാൻ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ടാവും. അത് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ. അല്ലെങ്കിൽ തന്നെ നമ്മൾ താമസിക്കുന്ന പഞ്ചായത്തിൽ, നമ്മുടെ ഓരോ വാർഡുകളിലും നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ കാണാനുണ്ടാവും കേട്ടോ. നമ്മൾ അറിയണ്ടാവില്ല. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴായിരിക്കും അവിടെ നല്ലൊരു കുളമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുന്നത്. ആ കുളം നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലമായിരിക്കും, പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ നല്ല തോടുകൾ, പുഴകൾ, അരുവികൾ ഇതൊക്കെ ഉണ്ടാവും. നമ്മളിതൊന്നും അറിയണില്ല. നമ്മൾ നമ്മുടെ വീടും പരിസരവും അവിടെയുള്ള കുറച്ച് ആളുകൾ അത്രേ നമ്മൾ അറിയണുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാൻ പറ്റണ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ചുറ്റിനും തന്നെ ഉണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാശ് മുടക്കി വലിയ വലിയ രാജ്യങ്ങൾ സന്ദർശിക്കണം എന്നല്ല പറഞ്ഞത്. അവനവൻ്റെ കൊക്കിൽ ഒതുങ്ങണ രീതിയിൽ കാണാൻ പറ്റിയ കാഴ്ചകൾ. ഇനിയിപ്പോൾ അത് കാറിലോ ബസ്സിലോ അങ്ങനെയൊന്നും പോകണം, അതിനും പൈസ ഇല്ലാത്തവർക്ക് സ്വന്തം കാലുകൊണ്ട് നടന്നു പോയി കാണാൻ പറ്റിയ കാഴ്ചകളുണ്ടാവും. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. നമ്മളത് മൈൻഡ് ചെയ്യാതെ ഇട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലരുടെ വീടിൻ്റെ അടുത്ത് കൂടെ പോണ ഒരു പുഴയായിരിക്കും. അതിൻ്റെ അടുത്ത് പോയി കുറച്ച് സമയം ഇരുന്ന് ആ പുഴയിലേക്ക് നോക്കി ആ വെള്ളം ഒഴുകണതൊക്കെ കാണുമ്പോൾ അപ്പോൾ കിട്ടണ മനസ്സിന് കിട്ടണ ഒരു സുഖം ഉണ്ടാവും. അല്ലെങ്കിൽ മലകളും കുന്നുകളൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ അതിൻ്റെ മുകളിൽ പോയിരിക്കുമ്പോൾ കിട്ടണ കാറ്റ്, അത് വേറൊരു വൈബായിരിക്കും. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു പാർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഒന്ന് പോയിരിക്കുക. ഇതൊക്കെ ഒരു വല്ലാത്ത സുഖം കിട്ടണ അനുഭവങ്ങളാട്ടോ. അപ്പോൾ ചിലർക്ക് യാത്രകൾ വല്ലാത്ത ജീവനായിരിക്കും. ചിലർക്ക് യാത്ര ചെയ്യണതേ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെ ആളുകൾ പല ടൈപ്പാണ്. എങ്ങനെയായാലും യാത്ര ചെയ്യണത് ഒരിക്കലും ഒരു നഷ്ടമല്ല. നമ്മളെ പുതിയൊരാളാക്കി മാറ്റാൻ തന്നെ ഒരു യാത്രയ്ക്ക് കഴിയും. അതുകൊണ്ടാണല്ലോ ഇഷ്ടംപോലെ സഞ്ചാര സാഹിത്യങ്ങളും യാത്രാ വിവരണ കുറിപ്പുകളും ഒക്കെ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് കഴിയണ രീതിയിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ബൈക്ക് ഉണ്ടെങ്കിൽ ആ ബൈക്കിന് പെട്രോൾ അടിച്ച് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ പോയി കാണാം. അതല്ല അതിനും പറ്റില്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ബസ് യാത്രകൾ, ഇപ്പോൾ KSRTC ഒക്കെ ഇഷ്ടംപോലെ ട്രിപ്പുകൾ ഇടുന്നുണ്ട്. KSRTCയിൽ ഞാൻ പോയ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. മനോഹരമായ ട്രിപ്പുകൾ നിസ്സാര ചിലവിൽ അവർ കൊണ്ടുപോകുന്നുണ്ട്. വിത്ത് ഫുഡാട്ടോ. ഫുഡടക്കം നമുക്ക് ഒരു ദിവസം 1000 രൂപ 1200 രൂപയിൽ തീരണ ചെറിയ ചെറിയ യാത്രകളുണ്ട്. അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമാണ്. അപ്പോൾ അതിൽ നമ്മുടെ കൂടെ വേറെ ആളുകളുണ്ടാവും. അവരുമായിട്ട് നമുക്ക് പലതും ഷെയർ ചെയ്യാം. അങ്ങനെ പുതിയ ആളുകളെ പരിചയപ്പെടാം. അതൊക്കെ പറ്റും. ഇതല്ലെങ്കിൽ നമുക്ക് സൗകര്യമുള്ളവരാണെങ്കിൽ ഇതൊരു തേയില ഫാക്ടറി കേട്ടോ. നമ്മൾ ഈ പോണ വഴിക്ക് ഇതുപോലെ ഇഷ്ടം പോലെ തേയില ഫാക്ടറികൾ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പോണ വഴിക്കൊക്കെ നല്ല മഞ്ഞും മൂടിക്കിടക്കുക കേട്ടോ. നല്ല മഴയുണ്ട്. മഴയും മഞ്ഞും കൂടിയാണ്. ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് കണ്ണറിയാൻ പാടില്ലാത്ത രീതിയിൽ വണ്ടിയുടെ ചില്ല് മുഴുവൻ ഇങ്ങനെ മഞ്ഞ് പിടിച്ചിരിക്കും. എന്നിട്ട് പിന്നെ ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ പോയത്. അപ്പോൾ ഇപ്പോൾ നല്ല കർക്കിടക മാസമാണല്ലോ, നല്ല തണുപ്പും മഴയും ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ മഞ്ഞും നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് പല ബാധ്യതകളുള്ള മനുഷ്യരായിരിക്കും. എല്ലാം തികഞ്ഞ മനുഷ്യരൊന്നും ഉണ്ടാവില്ല. കടങ്ങളുള്ളവരുണ്ടാവും, ബാധ്യതകളുള്ളവരുണ്ടാവും, ഒന്നുമില്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം തീർത്തിട്ട് എൻ്റെ ബാധ്യത എല്ലാം തീരട്ടെ എന്നിട്ട് ഞാനൊരു യാത്ര പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല കേട്ടോ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് നമുക്ക് സന്തോഷം കണ്ടെത്തൽ നമുക്ക് നടക്കുകയില്ല. നമുക്ക് പറ്റും പോലെ നമ്മൾ ചെയ്യുക. നമുക്ക് ബാധ്യതകൾ അവിടെ ഉള്ളപ്പോൾ തന്നെ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ കാര്യങ്ങളിൽ വലിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ നമുക്ക് ഒരു 10 രൂപ വരുമാനമാണ് ആകെ ഉള്ളവരാണെങ്കിൽ പോലും നമുക്ക് 5 രൂപ നമ്മുടെ കടങ്ങളോ ബാധ്യതകൾക്ക് വേണ്ടി നീക്കി വയ്ക്കാം. ബാക്കി 5 രൂപയ്ക്ക് നമുക്ക് ചിലവ് ചെയ്യാം. ആ ചിലവ് ചെയ്യുമ്പോൾ അതിൽ ചിലവ് ചുരുക്കിയിട്ട് നമുക്ക് കിട്ടണ ചെറിയൊരു തുക വെച്ചിട്ട് നമുക്ക് പറ്റിയ യാത്രകൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറുതിൽ നിന്ന് തുടങ്ങിയാണ് പിന്നെ നമുക്ക് വലുതിലേക്ക് പോകാൻ പറ്റണത്.
ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ചെറിയൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് പോയാൽ പോലും ആളതൊരു യാത്രയാക്കി മാറ്റും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരുമായിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇത് വാങ്ങാൻ ഇപ്പോൾ നമ്മളെല്ലാവരും പോകണതിനാന്ന് വിചാരിക്കും, പക്ഷേ പോയി തിരിച്ചു വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമാണ്. അവിടം വരെയും പോകുമ്പോൾ തന്നെ നമുക്ക് പല കാഴ്ചകൾ കാണാനുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആസ്വദിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളൊരു മോട്ടിവേഷനാട്ടോ ഞാനിതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ എല്ലാവരോടും കടങ്ങൾ ഉണ്ടാക്കി യാത്ര ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഈ പോണ വഴിക്കൊക്കെ തേയിലത്തോട്ടങ്ങളാണല്ലോ. അപ്പോൾ ഈ തേയില കൊളുന്തെന്നാണ് പറയണത്, തേയിലയുടെ നുള്ളി എടുക്കണേനെ. അപ്പോൾ ഈ കൊളുന്ത് നുള്ളാൻ പോണ ഒരുപാട് ജോലിക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഇങ്ങനെ ഇവരുടെ ഒരു പ്രത്യേക തരം ഡ്രസ്സിങ്ങൊക്കെയാണ്. മഴയായതുകൊണ്ട് തന്നെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചാക്കും പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കും ഒക്കെ വെച്ച് കെട്ടി തലയിലും ഒക്കെ തൊപ്പി പോലെയൊക്കെ ആക്കി അതിൻ്റെ പുറയിൽ കൊട്ടയൊക്കെ ആയിട്ടാണ് പോണത്. അപ്പോൾ ഇവർ ശേഖരിച്ചുകൊണ്ട് വന്ന ഈ കൊളുന്തുണ്ടല്ലോ, ഇതെല്ലാം കൂടി ഒരു സ്ഥലത്താക്കിയിട്ട് ചാക്കിലാക്കാണ്. എന്നിട്ട് ഇത് ഒരു വണ്ടി വന്നിട്ട് ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് പല സ്ഥലങ്ങളിലും നമുക്കിതിങ്ങനെ കാണാൻ പറ്റും. പിന്നെ ആണെങ്കിൽ ഇഷ്ടംപോലെ തേയില ഫാക്ടറികളും ഉണ്ട് കേട്ടോ നമ്മൾ പോണ വഴികളിലൊക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കുമല്ലോ, തേയില എന്നുള്ളിൽ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്കാണെങ്കിൽ നല്ല മഴയുണ്ട്, മഞ്ഞുണ്ട്, മലയുണ്ട്, കുന്നുണ്ട്, മേടുണ്ട്. ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ വെയിലേ ഇല്ല, ചില സ്ഥലത്തെത്തുമ്പോൾ വെയിൽ വരും. അങ്ങനെ നട്ടുച്ചയൊക്കെയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ആകെ മൂടിക്കിടക്കുകയാണ് മഞ്ഞായിട്ട്. അങ്ങനെ പല കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മളങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ വീഡിയോയും ഇഷ്ടമാവും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ തേയിലത്തോട്ടങ്ങളുടെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആർക്കല്ലേ ഒരു സന്തോഷം കിട്ടാത്തത്, എന്താ ഭംഗി. ഇതിപ്പോൾ വേനൽക്കാലത്തായാലും ഈ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ മഴയും മഞ്ഞൊക്കെ ഉള്ള സമയത്ത് പറയാനില്ലല്ലോ. ഞാനാണെങ്കിൽ പണ്ട് മുതലേ ഇങ്ങനെ യാത്രകൾ ഇഷ്ടമുള്ള ആളാട്ടോ. ചെറിയ യാത്രകൾ പോലും ഇങ്ങനെ ആസ്വദിച്ച് പോകുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി ബോറായിട്ട് തോന്നുമായിരിക്കും ഞാനിങ്ങനെ നീട്ടി